എല്ലാവർക്കും ഓൾ ഇൻ വൺ എന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നും കുക്കിംഗ് തന്നെയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ അപ്പോൾ പൊട്ടറ്റോ വെച്ചാണ് ഒരു ഡിഷ് ഉണ്ടാക്കുന്നത്. തംബ്നെയിലിൽ കണ്ടല്ലോ, പൊട്ടറ്റോ വെച്ച് പൊട്ടറ്റോ ടൊർണാഡോ എന്ന് പറഞ്ഞൊരു ഡിഷാണ് ഉണ്ടാക്കുന്നത്. അതായത് ഇപ്പോൾ എന്തുകൊണ്ട് പൊട്ടറ്റോ എടുത്തു എന്ന് പറഞ്ഞാൽ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന ഒരു വെജിറ്റബിളാണ് പൊട്ടറ്റോ. പൊട്ടറ്റോയ്ക്ക് അധികം ക്ഷാമവും ഇല്ല, എന്നാൽ അധികം വിലയും ഇല്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ആദ്യമായി എടുത്തിരിക്കുന്ന 3 വലിയ പൊട്ടറ്റോ തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ പൊട്ടറ്റോ എന്തുകൊണ്ട് എടുത്തു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് ലോക്ക്ഡൗൺ സമയത്ത് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന ഒരു വെജിറ്റബിളാണ് പൊട്ടറ്റോ. അടുത്തതായി നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഉപ്പാണ്. ഉപ്പ് നമുക്ക് ശരിക്കും 1 സ്പൂൺ ഉപ്പാണ് ആവശ്യം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി നമുക്ക് 1.5 സ്പൂണേ ആവശ്യമുള്ളൂ. മുളക് പൊടി നമ്മളൊരു സ്പൈസിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അടുത്തതായി നമ്മളിവിടെ എടുക്കുന്നത് എണ്ണയാണ്. എണ്ണ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. എണ്ണ നമുക്കൊരു ക്രിസ്പിനെസ് കിട്ടാനായിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഇവിടെ എടുത്തിരിക്കുന്ന നീട്ടമുള്ളൊരു പൊട്ടറ്റോ ആണ്. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന പപ്പടക്കമ്പിയാണ്. പപ്പടക്കമ്പി വെച്ച് നമ്മളിതിനെ ഇനി കറക്റ്റ് മിഡിലിൽ കൂടി നമ്മൾ ഇതിങ്ങനെ കയറ്റാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പപ്പടക്കമ്പി ഇതിങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു ഇത് കിട്ടും. കണ്ടോ, കറക്റ്റ് പപ്പടക്കമ്പിയിൽ ഇങ്ങനെ കുത്തിയിരിക്കും. ഇനി നമുക്കിത് എങ്ങനെ അരിയുന്നതെന്ന് നോക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ കത്തി ഇങ്ങനെ എടുത്തിട്ട് ചെറുതായൊരു ഇത് ഇട്ടു. ഇത് കണ്ടോ, നമ്മൾ ഇതിന് ശേഷം ഇത് പൊട്ടറ്റോ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിതിന് കറക്കി കൊടുക്കും. ഉണ്ടോ, അപ്പോൾ ഇതൊരു നീട്ടമുള്ള പൊട്ടറ്റോ ആണ്, അപ്പോൾ കറക്കാൻ ഇച്ചിരി പാടാണ്. നമ്മൾ കറക്കി കൊടുക്കും. നമുക്കപ്പോൾ ഇത് ഫുള്ളും കറക്കി കൊടുത്തതിന് ശേഷം കാണാം. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പൊട്ടറ്റോ എങ്ങനെ ഈ പരുവത്തിലായെന്ന് നോക്കാം. അപ്പോൾ ശരിക്കും അരിഞ്ഞു കഴിയുമ്പോൾ പൊട്ടറ്റോ ഏകദേശം ഇതേപോലെ ഇരിക്കും. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 അറ്റവും വെച്ച് ഇതുണ്ടോ, 2 അറ്റത്തുനിന്ന് നമ്മളങ്ങ് വലിച്ചു കൊടുക്കും. 2 അറ്റത്തുനിന്നും വലിക്കുമ്പോൾ ഇടയിൽ നിന്ന് ഗ്യാപ്പ് വന്ന് ഏകദേശം ഇതേപോലെ ആവും. അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന 3 പൊട്ടറ്റോ നമ്മൾ ഇതേപോലെ അരിഞ്ഞ് വലിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇത് എണ്ണ വരട്ടിയിട്ട് മസാലയൊക്കെ ആഡ് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ബൗളിൽ ഒരു 2 സ്പൂൺ ഉപ്പും 2 സ്പൂൺ മുളക് പൊടിയാണ്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇനി എണ്ണ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് എണ്ണ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ കുറച്ച് ആഡ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഉണ്ടാക്കി വെച്ച പൊട്ടറ്റോയിലേക്ക് നമ്മളിതൊന്ന് തടവി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് തടവി കൊടുക്കാം. പൊട്ടറ്റോ ടൊർണാഡോ ഏകദേശം റെഡി ആവാറായി. ഇനി നമ്മളിതിനെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓവനിൽ 350 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ് വെക്കും. ഇപ്പോൾ എണ്ണയുള്ളവരാണെങ്കിൽ നമുക്ക് എണ്ണയിലിട്ട് ഇത് ഫ്രൈയും ചെയ്യാം. എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മളതിനെ എണ്ണയിൽ നിന്നും എടുത്താൽ മതി. അപ്പോൾ നമുക്കിതിനെ ഓവനിൽ വെച്ച് ഫ്രൈ ചെയ്യാം. നമ്മുടെ പൊട്ടറ്റോ ടൊർണാഡോ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. സാധനം നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും നല്ല സ്നാക്സ് ആയിട്ട് കഴിക്കുന്നതാണ്. നമുക്ക് നല്ല സോസൊക്കെ കൂട്ടി വൈകുന്നേരം ചായയോടെ ചൂടായിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ ഈ ചാനൽ പുതിയതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക. പരമാവധി ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യുക.